കുറിച്യ കലാപത്തെക്കുറിച്ച് കേരള PSC ചോദിക്കാൻ സാധ്യത ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ചോദ്യം 1. കുറിച്യ കലാപം നടന്ന വർഷം ഏത്? ഉത്തരം 1812. വയനാട്ടിൽ ബ്രിട്ടീഷ് ഭരണത്തിനും അവരുടെ കാർഷിക നികുതി നയങ്ങൾക്കുമെതിരെ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രമുഖ ആദിവാസി പ്രക്ഷോഭമായിരുന്നു ഇത്. ചോദ്യം 2. കുറിച്യ കലാപത്തിൽ കുറിച്യരോടൊപ്പം പങ്കെടുത്ത മറ്റൊരു ഗോത്രവിഭാഗം ഏത്? ഉത്തരം കുറുമ്പർ അഥവാ കുറുമർ. വയനാടൻ കാടുകളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്ന ഇരുവിഭാഗങ്ങളും ചേർന്നാണ് ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ അമ്പും വില്ലുമേന്തി ഗറില്ല രീതിയിൽ പോരാടിയത്. ചോദ്യം 3. കുറിച്യ കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? ഉത്തരം ബ്രിട്ടീഷുകാരുടെ അമിതമായ നികുതി നയം. പ്രത്യേകിച്ച് അതുവരെ കാർഷിക ഉൽപ്പന്നങ്ങളായി നൽകിയിരുന്ന നികുതി പണമായി ക്യാഷ് തന്നെ അടയ്ക്കണമെന്ന് ബ്രിട്ടീഷുകാർ നിർബന്ധമാക്കിയതും നികുതി കുടിശ്ശിക വരുത്തിയവരുടെ ഭൂമി ജപ്തി ചെയ്തതുമാണ് ആദിവാസികളെ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത്. ചോദ്യം 4. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ ഭൂമിയോട് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടി എന്തായിരുന്നു? ഉത്തരം കൃഷിഭൂമി പിടിച്ചെടുക്കുകയായിരുന്നു. ഉൽപ്പന്നങ്ങളായി നികുതി അടച്ചിരുന്ന രീതി മാറ്റി പണമായി തന്നെ വേണമെന്ന് നിർബന്ധമാക്കിയതും അടയ്ക്കാൻ കഴിയാത്തവരുടെ ഭൂമി പിടിച്ചെടുത്തതും ആദിവാസികളുടെ ഉപജീവനമാർഗം പൂർണ്ണമായി തകർത്തു. ഇത് പ്രക്ഷോഭത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിലൊന്നാണ്. ചോദ്യം 5. കുറിച്യ കലാപകാരികളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. യൂറോപ്യന്മാരായ ബ്രിട്ടീഷുകാരെ സൂചിപ്പിക്കാനാണ് കുറിച്യർ വട്ടത്തൊപ്പിക്കാർ എന്ന് പ്രയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഭരണാധികാരികളെയും സൈന്യത്തെയും വയനാടൻ മണ്ണിൽ നിന്ന് പൂർണ്ണമായി അടിച്ചോടിക്കുക എന്നതായിരുന്നു ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാന ലക്ഷ്യം. ചോദ്യം 6. കുറിച്യ കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച സൈന്യത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം കേണൽ മക്കിൻടോഷ്. ചോദ്യം 7. കുറിച്യ കലാപത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ തലശ്ശേരി സബ് കളക്ടർ ആര്? ഉത്തരം TH ബേബർ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വലിയ ഭീഷണിയായ കുറിച്യരുടെ ഗറില്ല യുദ്ധമുറകളെക്കുറിച്ചും പ്രക്ഷോഭത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും അദ്ദേഹം ഔദ്യോഗിക റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുറിച്യ കലാപത്തിനു മുൻപ് 1805-ൽ പഴശ്ശിരാജാവിനെതിരെ നടന്ന പോരാട്ടത്തിലും ബ്രിട്ടീഷ് പടയെ നയിച്ചത് TH ബേബർ ആയിരുന്നു. ചോദ്യം 8. കുറിച്യ കലാപത്തെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് ഏത് മാസത്തിലാണ്? ഉത്തരം 1812 മെയ്. 1812 മാർച്ച് മാസത്തിലാണ് വയനാട്ടിൽ കുറിച്യ കലാപം ആരംഭിച്ചത്. കേണൽ മക്കിൻടോഷിന്റെ നേതൃത്വത്തിൽ വന്ന ബ്രിട്ടീഷ് സൈന്യം കലാപകാരികളുടെ താവളങ്ങൾ വളയുകയും മെയ് 8-ഓടെ കലാപനേതാവായ രാമൻ നമ്പിയെ വധിക്കുകയും ചെയ്തു. മലബാറിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന അവസാനത്തെ ആയുധമേന്തിയ ഗോത്രവർഗ പ്രക്ഷോഭമായിരുന്നു ഇത്. ചോദ്യം 9. കുറിച്യ കലാപത്തിന്റെ പ്രധാന നേതാവായ രാമൻ നമ്പിക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റി. ചോദ്യം 10. കുറിച്യ കലാപത്തെക്കുറിച്ച് കലാപകാരികൾ ഒരു മാസം കൂടി ചെറുത്തുനിന്നിരുന്നെങ്കിൽ മുഴുവൻ സംസ്ഥാനവും നിയന്ത്രിക്കാനാകുമായിരുന്നു എന്ന നിരീക്ഷണം നടത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാര്? ഉത്തരം TH ബേബർ. തലശ്ശേരിയിലെ ബ്രിട്ടീഷ് സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബറാണ് കുറിച്യ കലാപം അടിച്ചമർത്താൻ നേതൃത്വം നൽകിയത്. കലാപത്തിന്റെ വ്യാപ്തിയും ശക്തിയും മനസ്സിലാക്കിയാണ് അദ്ദേഹം ഇത്തരമൊരു വിലയിരുത്തൽ നടത്തിയത്. താങ്ക് യു.